മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിന്റെ ടൂറിസം മേഖലയൊക്കെ എന്തുകൊണ്ടാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. അതിന് നിങ്ങൾ ആദ്യം തന്നെ മൈഥിലി ഠാക്കൂർ, അതായത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ബീഹാറിലെ BJP MLA ആയിട്ടുള്ള മൈഥിലി ഠാക്കൂർ ഗുജറാത്തിലെ ജുനഗദ് എന്ന സ്ഥലത്ത് നടത്തുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഒരു ചെറിയൊരു ഭാഗം കൊടുക്കുന്നത് നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. नमस्कार, आज हम लोग हैं जूनागढ़ में। देखिए मेरे साथ कितने सारे लोग। बोलिए श्याम रामचंद्र की, बोलिए भवनाथ महादेव की, नमः पार्वती पते, हर हर महादेव। बहुत बहुत धन्यवाद जूनागढ़, बहुत बहुत धन्यवाद. നിങ്ങൾ കണ്ടില്ലേ, ആയിരക്കണക്കിന് ആളുകളാണ് ഇവര് പങ്കെടുക്കുന്ന ഓരോ സ്ഥലത്തും. നമ്മുടെ രാജ്യത്ത് എവിടെ എത്തിയാലും ആയിരക്കണക്കിന് ആളുകളാണ് ഇവരെ കേൾക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സകലരും തിരിച്ചറിയേണ്ടത്. ഇനി ഇവർ എത്രത്തോളം നമ്മുടെ രാജ്യത്ത് സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ ജനഹൃദയങ്ങളിൽ ഉണ്ട് എന്നുള്ളതിന്റെ മറ്റൊരു തെളിവ് കൂടി ഇവിടെ കൊടുക്കാം. രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് രാഹുൽ ഗാന്ധിയെ കേവലം 1 കോടി ആളുകൾ മാത്രമാണ് ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നത്. എന്നാൽ മൈഥിലി ഠാക്കൂറിനെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ 1,60,00,000 ആളുകളാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ തന്നെ എത്രത്തോളം വലിയ രീതിയിൽ ഈ മൈഥിലി ഠാക്കൂറൊക്കെ നമ്മുടെ രാജ്യത്ത് ജനഹൃദയങ്ങളിലുണ്ട് എന്നുള്ളത് സകല ആളുകൾ തിരിച്ചറിയാം. ഈ മൈഥിലി ഠാക്കൂർ നമ്മുടെ കേരളത്തിലെത്തിയിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മൈഥിലി ഠാക്കൂർ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുള്ളതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പേ തന്നെ ഇവർ കേരളത്തിലെത്തിയതൊക്കെയായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിൽ തന്നെ അത് അവഗണിച്ചതായിരുന്നു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു വലിയ യാഥാർത്ഥ്യം മലയാളികൾ തിരിച്ചറിയേണ്ടതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മൈഥിലി ഠാക്കൂർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ്, നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് അവര് ദർശനം നടത്തിയത്, അവർ അവിടെ എത്തിയതൊക്കെയായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ആ വീഡിയോ തന്നെ നിങ്ങളൊന്ന് കണ്ടു. ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് രാജ്യത്ത് ഇത് എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ക്ഷേത്ര ആരാധനയൊക്കെയായി ബന്ധപ്പെട്ട ഈ ഭജനയൊക്കെയായി ബന്ധപ്പെട്ടാണ് മൈഥിലി ഠാക്കൂർ വലിയ രീതിയിൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ BJP MLA, അതായത് ക്ഷേത്രത്തിലേക്കൊക്കെ വരാനുള്ള വലിയൊരു സമൂഹത്തിലേക്കാണ് ഇവരുടെ ഈ ഒരു വീഡിയോ എത്തിയിട്ടുള്ളത്, നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. ഈ മൈഥിലി ഠാക്കൂർ നമ്മുടെ കേരളത്തിലെത്തിയിട്ട് നമ്മുടെ കേരളത്തിന്റെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അത് നെറികേടാണ്. അത് എത്രത്തോളം നമ്മുടെ നാടിനൊക്കെ നഷ്ടമുണ്ടാക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ കണക്കുകളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതിനു മുമ്പേ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ മുഹമ്മദ് റിയാസിന്റെ ടൂറിസം വകുപ്പൊക്കെ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ജ്യോതി മൽഹോത്ര, അതായത് ഫോളോവേഴ്സ് ഒക്കെ വളരെ തുച്ഛമായിട്ടുള്ള ജ്യോതി മൽഹോത്രക്കൊക്കെ ക്യാഷ് കൊടുത്ത് ഇവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഹമ്മദ് റിയാസ് ഒക്കെ കൊണ്ടുവന്നു എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയേണ്ടതാണ്. ആ റിയാസ് ആണ് കോടിക്കണക്കിന് ആളുകൾ പിന്തുടരുന്ന അതായത് വലിയ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള മൈഥിലി ഠാക്കൂർ കേരളത്തിലെത്തിയിട്ട് തിരിഞ്ഞു നോക്കാതിരുന്നത്. അതായത് നമ്മുടെ കേരളത്തിന്റെ ടൂറിസം മേഖലയുമായിട്ട് വലിയൊരു സാധ്യതയുള്ള മേഖലയാണ് റിലീജിയസ് ടൂറിസം എന്ന് പറയുന്നത്. അതിന് ഗുരുവായൂർ ക്ഷേത്രം, നമ്മുടെ ശബരിമല, ഈ ശബരിമലയിലേക്കൊക്കെ മൈഥിലി ഠാക്കൂർ എത്തുക എന്നല്ല, ഓരോ സ്ഥലങ്ങളും വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ട്, അതായത് മൈഥിലി ഠാക്കൂർ ഒക്കെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമ്മുടെ രാജ്യം ഒന്നടങ്കമാണ് അത് കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യ. ഇവർ ഈ വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തെ സംസ്കാരം, പാരമ്പര്യം, പൈതൃകമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ ഇതൊക്കെ കണ്ട് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഒന്ന് വരാൻ നോക്കിയാൽ സൗകര്യങ്ങളുടെ പ്രശ്നം. ലക്ഷക്കണക്കിന് ആളുകൾ സ്ഥിരം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ സൗകര്യങ്ങൾ, നമ്മുടെ ശബരിമല പോലും ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന സ്ഥലം പോലും എത്തുന്ന ആളുകൾക്ക് സൗകര്യമില്ല. അതായത് ഈ ഗുരുവായൂർ ക്ഷേത്രം നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് വലിയ എയർപോർട്ടുകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ സൗകര്യങ്ങൾ ഒരുക്കിയാൽ നമ്മുടെ കേരളം മറ്റൊരു മേഖലയെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട എന്നുള്ളതാ വലിയൊരു യാഥാർത്ഥ്യം. ഒരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇവിടെ വലിയ ഒരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല ആളുകളും
ഒരേപോലെ നമ്മുടെ രാജ്യത്തെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും സംസ്കാരത്തേക്ക് ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. ഇവർക്ക് നമ്മുടെ കേരളത്തിലേക്ക് ക്ഷേത്ര ദർശനത്തിനൊക്കെ വരാനുള്ള സൗകര്യങ്ങൾ പോലും ഇന്നേ വരെ ആയിട്ട് കോൺഗ്രസിനെ കൊണ്ടോ ഇടതുപക്ഷത്തെ കൊണ്ടോ കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ ഇവിടെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. സൗദി അറേബ്യ എന്നൊരു രാജ്യം മക്ക ഉയർത്തിപ്പിടിച്ചാണ് അവർ വലിയ രീതിയിൽ അവിടേക്ക് വലിയ രീതിയിൽ ആളുകൾ എത്തുന്നതും അവിടുത്തെ രാജ്യം തന്നെ അത്തരത്തിൽ അതിന്റെ ലാഭവിഹിതം കൊണ്ടാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നത് സുഖകരമായിട്ട്. നമ്മുടെ കേരളത്തില് അത്രത്തോളം മക്ക പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഗുരുവായൂർ ക്ഷേത്രവും ശബരിമലയൊക്കെ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കൂ. രാജ്യത്ത് 140 കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യത്തെ നമ്മുടെ പാരമ്പര്യവും പൈതൃകമൊക്കെയായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രവും ശബരിമലയൊക്കെ നമ്മൾ ഉയർത്തിപ്പിടിച്ചാൽ നമ്മുടെ കേരളം മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാത്ത തരത്തിൽ നമ്മുടെ കേരളത്തിന് അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ നടക്കും. അതേപോലെ തന്നെ അവിടേക്ക് എത്തുന്ന സമയങ്ങളിൽ ടാക്സി ആയിട്ട് അവിടെ കടല വെക്കുന്ന ആള് മുതൽ ഐസ്ക്രീം വെക്കുന്ന ആള് മുതൽ ജനങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ സമസ്ത മേഖലയിലും നമ്മുടെ കേരളത്തിന് ഗുണമുണ്ടാവും. ഒരു മുട്ടായി വാങ്ങുകയാണെങ്കിൽ അതിന്റെ GST എന്ന് പറഞ്ഞ് പൊതുഖജനാവിലേക്ക് എത്തും. അങ്ങനെ വലിയൊരു രീതിയിൽ കേരളം വളരാൻ റിലീജിയസ് ടൂറിസം അത് ഇതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഈ ക്രിസ്ത്യൻ മതവുമായി ബന്ധപ്പെട്ട് മുസ്ലിം മതമൊക്കെ ആയി ബന്ധപ്പെട്ട് ഇത് നമുക്ക് നമ്മുടെ കേരളത്തിൽ ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചാൽ നമ്മുടെ കേരളം മറ്റൊന്നിനെ കുറിച്ച് പോലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത്രമാതിരി ആളുകൾ വരാൻ തയ്യാറാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കും ശബരിമലയിലേക്കൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടേക്ക് വരാൻ തയ്യാറ്. പക്ഷെ ഇവിടെ കേരള സർക്കാരോ ഇതിനു മുമ്പ് ഭരിച്ച UDF സർക്കാർ ഒരിക്കൽ പോലും ഇത് ഡെവലപ്പ് ചെയ്യാൻ അത് കട്ടുമുട്ടിക്കാനേ അവർ ശ്രമിച്ചിട്ടുള്ളൂ. ഹിന്ദു ക്ഷേത്രങ്ങള് അതുമായി ബന്ധപ്പെട്ട പണം സർക്കാർ കട്ടുമുടിക്കുക എന്നുള്ളതിലേക്ക് മാത്രമേ അവരൊക്കെ സ്വപ്നം കണ്ടിട്ടുള്ളൂ. അതേസമയം നമ്മുടെ നാട് അതുമായി ബന്ധപ്പെട്ട് തന്നെ വളരാൻ പോകുന്നു വളർത്താൻ സാധിക്കും എന്നുള്ളൊരു ദീർഘവീക്ഷണം ഇവിടെ ഒരു കേരളത്തിലെ ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നാൽ അത് BJPയെ കൊണ്ട് സാധിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ മൈഥിലി ഠാക്കൂറിനെ പോലെ രാജ്യത്തുടനീളം വലിയ ജനസ്വാധീനമുള്ള ഒരുപാട് MLA-മാർ ഒരുപാട് MP-മാരൊക്കെ BJPക്ക് നിലവിൽ തന്നെ ഉണ്ട്. അത്തരം ആളുകളെ കേരളത്തിൽ BJP അധികാരത്തിലെത്തിയാൽ അത്തരം ആളുകളെ നമ്മുടെ ക്ഷേത്രങ്ങളിലേക്കൊക്കെ എത്തിച്ചുകൊണ്ട് രാജ്യം മൊത്തം നമ്മുടെ നാടിനെ കുറിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കുകയും അതിലൂടെ ലക്ഷക്കണക്കിന് ആളുകളെ കേരളത്തിലേക്ക് എത്തിക്കുകയും വലിയ സ്വപ്നസുന്ദരമായിട്ടുള്ള ഒരു കേരളത്തെ BJPക്ക് വലിയ രീതിയിൽ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കും. വലിയ രീതിയിൽ കേരളത്തിലൊരു മാറ്റം ഒരു വികസനത്തിന്റെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക അത് കേരളത്തിൽ BJPക്കാണ്. കാരണം എന്താ UDF-നും LDF-നും ഈ പറയുന്ന കാലം അത്രയും നമ്മൾ മലയാളികൾ അവസരം കൊടുത്തു. നമ്മൾ എത്ര തവണ UDF-നെയും LDF-നെയും വിജയിപ്പിച്ചോ. ഈ പറഞ്ഞ മാതിരി ഈ കോൺഗ്രസ് രാജ്യം അടക്കി ഭരിച്ച സമയത്ത് ഒരുപാട് MLA-മാരും MP-മാരും വലിയ അറിയപ്പെടുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരൊന്നും തന്നെ ഉപയോഗിച്ച് നമ്മുടെ ക്ഷേത്രങ്ങളെയോ നമ്മുടെ സംസ്കാരത്തെയോ പാരമ്പര്യത്തെയോ പൈതൃകത്തെയോ ഒരിക്കലും കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇടതുപക്ഷം ഇപ്പൊ ഭരിക്കുന്നു. പാകിസ്ഥാനിൽ ഈ പറയുന്ന പാകിസ്ഥാൻ ചാരപ്രവർത്തി ചെയ്ത ആളവരെ അവിടെ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ശരിയായ ആളുകളെ കൊണ്ടുവന്ന് നമ്മുടെ നാടിന്റെ ഈ പുരോഗതിയെ കുറിച്ചുള്ള അക്ഷരവും മിണ്ടിയിട്ടില്ല. എന്നാൽ ഇതൊക്കെ BJPയെ കൊണ്ട് സാധിക്കും എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. ഈ മൈഥിലി ഠാക്കൂറൊക്കെ അവിടെ വന്ന് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രമൊക്കെയായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ഒരുപക്ഷെ കോടിയിലധികം ആളുകളിലേക്കാണ് ഇതൊക്കെ തന്നെ എത്തിയിട്ടുള്ളത്. ഈ ഒരൊറ്റ വരവോട് കൂടിയിട്ട് ഇതൊക്കെ BJP കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തിയാൽ നമ്മുടെ നാടിന്റെ വളർച്ച 1000 വട്ടം ഉറപ്പാണ് എന്നുള്ളതാണ് ഇതിലൂടെയൊക്കെ നമ്മുടെ സാധ്യതകളെ കുറിച്ച് നമ്മുടെ പുതുതലമുറയാണ് ഇതൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ നമ്മുടെ കേരളത്തിന്റെ വലിയ സാധ്യതകളാ. നമ്മുടെ രാജ്യത്ത് വരുന്ന ജനത ആഗ്രഹിക്കുന്നത് എന്തോ അത് നമ്മുടെ കേരളത്തിലുണ്ട്. അതൊന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ UDF-നോ LDF-നോ ഒന്നും സാധിച്ചിട്ടില്ല. എന്നാൽ അത് BJPയെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മൈഥിലി ഠാക്കൂറിനെയൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം ആളുകൾ വരുമ്പോൾ നമ്മുടെ കേരള സർക്കാരൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുക. ഇവിടെ BJP ഭരിക്കുകയാണെങ്കിൽ ഇതൊക്കെ എത്രത്തോളം വലിയ രീതിയിൽ രാജ്യത്ത് ഉടനീളം നമ്മുടെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ നാട്ടിൽ എത്ര പുരോഗതി ഉണ്ടാവും. ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയാ. നമ്മൾ വെറുതെ അല്ല ഇവിടെ മൂന്നാം മുന്നണി വരണം, ഒരു അവസരം നമ്മൾ അവർക്ക് കൊടുക്കണം. UDF-ഉം LDF-ഉം മാറി മാറി ഭരിച്ചിട്ട് ഇവിടെ ഒരു ഉണ്ടയും സംഭവിച്ചിട്ടില്ല. നമ്മൾ മൂന്നാം മുന്നണിക്ക് ഒരു അവസരം കൊടുക്കുക. എന്നിട്ട് അവർ ചെയ്തിട്ടില്ലെങ്കിൽ അവരെയും നമുക്ക് മാറ്റി നിർത്താം.
അപ്പൊ ഒരു അവസരം കൊടുക്കുക എന്നുള്ളതിലേക്ക് ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ മലയാളികളൊക്കെ തയ്യാർ, ബോധമുള്ള സകല മലയാളികളും ഇതൊക്കെ തന്നെയാണ് വരുന്ന ഇലക്ഷനിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.